അവധിയിൽ പ്രവേശിച്ച ജേക്കബ് തോമസിന് പകരം ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്ക് വിജിലൻസിന്റെ അധിക ചുമതല നൽകിയെങ്കിലും പോലീസിന്റെയും വിജിലൻസിന്റെയും പ്രവർത്തനങ്ങൾ ഒരാളിലൂടെ ഏകോപിപ്പിക്കുന്നത് സർക്കാരിന് അത്ര എളുപ്പമായിരിക്കില്ല. ബാർക്കോഴ, പാറ്റൂർ ഉൾപ്പെടെയുള്ള വിവാദ കേസുകൾ, മുൻമന്ത്രിമാർക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുകൾ ഉൾപ്പെടെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് മേൽനോട്ടം വഹിച്ച കേസുകളിൽ അന്വേഷണം തുടരുകയാണ്. ഒന്നിലും റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. വിജിലൻസിന്റെ കേസുകൾക്കെതിരായ വിവിധ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട്. ഹർജികൾ പരിഗണിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിജിലൻസിനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിശിതമായി വിമർശിക്കുന്ന വിചിത്രമായ നടപടിയും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടറെ മാറ്റി നിർത്താനുള്ള തന്ത്രം ഒരു തരത്തിൽ സർക്കാരിന് ആശ്വാസമാകുമെങ്കിലും മറ്റൊരു വശത്ത് തലവേദനയാകും. കേസുകൾ ദുർബലമായാൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നതാണ് ഇതിന് കാരണം. സംസ്ഥാനത്തെ ക്രമസമാധാനം നോക്കാൻ ചുമതലയുള്ള ഡിജിപിക്ക് വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ നോക്കുക ശ്രമകരമായ ദൗത്യമാകും. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണിയുണ്ടാകുമെന്ന സൂചന ശക്തമായത്. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട ഡിജിപി ടി പി സെൻകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ പ്രതികൂലമായ വിധിയുണ്ടായാലും അഴിച്ചുപണിക്കുള്ള സാധ്യത ഏറെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ തസ്തികകളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടിക്കെതിരെയാണ് ഡിജിപി ജേക്കബ് തോമസ് കത്ത് നൽകിയത്. സുപ്രധാന തസ്തികകളിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കു വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തരുത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇത് ബാധകമാണ്. പരിചയസമ്പന്നത നിശ്ചയിക്കുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാക്കണം. പുനർനിയമന വേളയിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾ വെച്ച് വിജ്ഞാപനം പുറത്തിറക്കണം. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് പുനർനിയമനം ലഭിക്കുന്നവർക്കും ശമ്പളം നൽകേണ്ടത്. അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് ഏത് കോണിലുള്ള വ്യക്തിക്കും സർക്കാർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ടാകണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ഒഴിവാക്കാൻ വേണ്ടിയാണ് നിർദ്ദേശമെന്നും ഡിജിപി ചൂണ്ടിക്കാട്ടി. IAS ഉദ്യോഗസ്ഥരുൾപ്പെടെ സർക്കാരിന്റെ സുപ്രധാന ചുമതലകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടെന്നിരിക്കെ വിജിലൻസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ജേക്കബ് തോമസ് നൽകിയ കത്ത് ശ്രദ്ധേയമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.